morning, dear students. So today we are going to see about SIDBI. നമ്മൾ ഇന്നലെ കഴിഞ്ഞതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 13 കാര്യങ്ങൾ നമുക്ക് ഇവർ അസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, സോ അതിൽ നമ്മളിപ്പോൾ എത്ര കാര്യങ്ങൾ നോക്കി? DIC നോക്കി, സിഡ്കോ നോക്കി, NSIC നമ്മൾ നോക്കി, 3 എണ്ണം നമ്മൾ നോക്കി കഴിഞ്ഞു. ഓക്കെ, സോ ടുഡേ വി ആർ ഗോയിങ് ടു സീ അബൌട്ട് SIDBI. സോ വാട്ട് വാസ് ഇൻ ദ ലാസ്റ്റ് 2 ക്ലാസ്സസ് നമ്മൾ സമ്മപ്പ് ചെയ്തത് എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ സിഡ്കോ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അവരുടെ അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ആയിട്ടാണ് സിഡ്കോ നമുക്ക് കാര്യങ്ങളൊക്കെ ഒരുക്കി തരുന്നത്. ഓക്കെ, സോ ആൻഡ് വാട്ട് ഡസ് NSIC ഡു ഫോർ ദി ഓൺടർപ്രണേഴ്സ് എന്നുള്ളതാണ്. സോ NSIC എന്ന് പറയുന്നത് ദേ ഗിവ് അല്ലെങ്കിൽ ദേ പ്രൊവൈഡ് മിഷനറീസ് ഫോർ ഹയർ പർച്ചേസ്. അവർ കൊടുക്കുന്ന ഓപ്ഷൻ എന്താണ്? ഓൺടർപ്രണേഴ്സിനെ അവരുടെ സ്മോൾ സ്കെയിൽ യൂണിറ്റ്സിന് മിഷനറീസ് പർച്ചേസ് ചെയ്യാനുള്ള ഹയർ പർച്ചേസിങ് സിസ്റ്റമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വിൽ സീ അബൌട്ട് നമ്മുടെ SIDBI. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. SIDBI എന്ന് പറയുമ്പോൾ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ നിങ്ങൾക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ട് എന്തിനൊക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഏത് രീതിയിലൊക്കെയാണ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? SIDBI എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദി പ്രൊമോഷൻ, financing and development of industry in the small scale sector and coordinate the functions of the institutions engaged in the promotion and financing or developing industry in the small scale sector and for matters connected therewith or incidental thereto. അപ്പോൾ സ്മോൾ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഏത് ഇൻഡസ്ട്രീസിനും പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്തിനൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, SIDBI സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ വാസ് സെറ്റപ്പ് ഓൺ 2 April 1990. അത് മുഴുവനായിട്ട് ഇറ്റ് വാസ് ആസ് എ ഹോൾലി ഓൺഡ് സബ്സിഡറി ഓഫ് IDBI ബാങ്കിൻ്റെ സബ്സിഡറി ആയിട്ടാണ് അവർ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ലക്നൗവിലാണ്. And a network of 5 regional offices and 25 branch offices in all the states. എല്ലാ സ്റ്റേറ്റിലും ഒരു ബ്രാഞ്ച് ഓഫീസസ് വർക്ക് ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്ക് ഓഫ് 5 റീജിയണൽ ഓഫീസസ് ആണ് അവർക്കുള്ളത്. ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ലക്നൗവിലാണ്. ഇനി ഇതിൻ്റെ SIDBI ആക്ട് എന്ന് പറയുന്നത് 1990 അവരത് രംഗത്തേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശം? പ്രൊമോഷൻ, that is industrial small entrepreneursൻ്റെ പ്രൊമോഷനാണ്. സോ ഹൗ ദേ ആർ പ്രൊമോട്ടിങ് എന്നുള്ളതാണ്. സോ ദേ ആർ പ്രൊമോട്ടിങ് ബൈ ഗിവിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ദേ ആർ ഗിവിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദി entrepreneurs. So now we will see what are the functions of SIDBI. This is also a 4-mark question. Okay, ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 4 മാർക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫങ്ഷൻസ് ഓഫ് SIDBIയിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ മെയിനായിട്ട് ഓൾഡ് ടെക്നോളജി ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ്, ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മോഡേണൈസേഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ അപ്ഗ്രഡേഷൻ. അപ്പോൾ ഇതിനൊക്കെ അവർ കൊടുക്കുന്ന അല്ലെങ്കിൽ അത് ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഇനിഷ്യേറ്റീവ് സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് SIDBI ആണ്. ആൻഡ് ദെൻ ഇസ് ദേ ആർ എക്സ്പാൻഡിങ് ദ ചാനൽസ് ഫോർ മാർക്കറ്റിംഗ് ദ പ്രോഡക്ട്സ് ഓഫ് SSI സെക്ടർ ഇൻ ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ്. അപ്പോൾ മാർക്കറ്റിംഗ് രംഗത്തും അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. SIDBI ഓൺടർപ്രണേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ കാര്യങ്ങളാണ്? ഇതർ ഇൻ ഹോം മാർക്കറ്റ് ആയാലും, ദാറ്റ് ഈസ് ഡൊമസ്റ്റിക് മാർക്കറ്റിലായാലും, അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിലും മാർക്കറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ പ്രൊമോട്ടിംഗ് എംപ്ലോയ്മെൻറ്റ് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രീസ് എസ്പെഷ്യലി ഇൻ സെമി അർബൻ ഏരിയാസ്
to create more employment opportunities and thereby checking migration of people to urban areas. അപ്പോൾ ഇവിടെ സെമി അർബൻ ഏരിയാസ്, എല്ലാവരും എന്താ പറയുക, ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകാനാണ് പലരും താല്പര്യപ്പെടുന്നത്. കാരണം എന്താണ്, ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ബിക്കോസ് വാട്ട് എവർ വി വാണ്ട് വി ക്യാൻ ഗെറ്റ് ഇറ്റ്, അല്ലേ? നമ്മളിൽ പല ആൾക്കാരും ഉണ്ട്, അറ്റ് ഈസ് സിറ്റിയിൽ പോയി താമസിക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. സോ പേഴ്സൺസ് ഹു ആർ ഗോയിങ് ഓർ ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സിറ്റി ലൈഫ്, ഇത്ര ആൾക്കാർ സിറ്റി ലൈഫ് ഇൻട്രസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അതിലേക്ക് താല്പര്യം കാണിച്ചു പോകാറുണ്ട്. പക്ഷേ അതിൽ പോയാൽ നമുക്കൊരു ചെറിയ സ്പേസേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യെത്താവുന്ന ദൂരത്തുണ്ട്. ബസ് ഫെസിലിറ്റി, അല്ലെങ്കിൽ ട്രെയിൻ ഫെസിലിറ്റി, ട്രാൻസ്പോർട്ടിൻ്റെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. അതുമാത്രമല്ല നല്ല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കാം, പിള്ളേർക്ക് ആവശ്യമായിട്ടുള്ള അഡീഷണൽ കോഴ്സസ് പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ കടകളും കാര്യങ്ങളും എല്ലാം തൊട്ടടുത്തുണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പം ഇങ്ങനെ സിറ്റി ലൈഫ് എൻജോയ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ സിറ്റിയിൽ നിന്ന് കുറച്ചും കൂടി മാറി താമസിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ട്. സോ ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെസിഡൻഷ്യലിനെ കുറിച്ചിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്, ഇൻഡസ്ട്രീസിനെ കുറിച്ചായതുകൊണ്ട്. സോ ദേ ആർ പ്രൊമോട്ടിങ് എംപ്ലോയ്മെൻറ്റ് ഏതിൽ വരുമ്പോൾ സെമി അർബൻ ഏരിയാസ്, അതായത് കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, പിന്നെ ബാക്കി ഭാഗം ഡെവലപ്ഡ് അല്ല, അതായത് സെമി അർബൻ ആയിട്ടുള്ള ഏരിയാസിലേക്കാണ് ഏറ്റവും കൂടുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ പ്രൊമോട്ടിങ് എംപ്ലോയ്മെൻറ്റ് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രീസ് എസ്പെഷ്യലി ഇൻ സെമി അർബൻ ഏരിയാസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ക്രിയേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ആൻഡ് ദെൻ റീഫിനാൻസിങ് ഓഫ് ലോൺസ് and advances extended by the primary lending institutions to industrial concerns in the SSI. അപ്പോൾ സ്മോൾ സ്കെയിൽ സെക്ടറിൽ വരുന്ന ഇൻഡസ്ട്രീസിന് റീഫിനാൻസിങ് ഓഫ് ലോണോ അല്ലെങ്കിൽ അഡ്വാൻസസോ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ദെൻ ഡിസ്കൗണ്ടിങ് ആൻഡ് റീഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്. ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് റിസർവേഷൻ ഉണ്ടായിരിക്കും. ഗവൺമെൻറ് എന്ത് ചെയ്യാണ്, ഇവരുടെ അടുത്ത് പറയുകയാണ് വിൽ ബൈ ഇത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ഫ്രം യു എവറി മന്ത് എന്നുള്ളത്. സോ അങ്ങനെ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ പൈസയും കാര്യങ്ങളൊക്കെ ലഭിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിലേ വരും. ഗവൺമെൻറ്റിൻ്റെ പേയ്മെൻറ്റ്സ് കുറച്ച് ഡിലേ വരും. അപ്പോൾ ആ സമയത്തുള്ള സ്ട്രഗിൾ അല്ലെങ്കിൽ ആ ഒരു ഡിലേ കുറയ്ക്കാനായിട്ടുള്ള ബിൽസ് ഡിസ്കൗണ്ടിങ് ആൻഡ് റീഡിസ്കൗണ്ടിങ്ങും അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വലിയ ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് മിഷനറി ഒന്നെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ എനി ന്യൂ മിഷനറീസ് പർച്ചേസ് ചെയ്യാൻ, അതിനാവശ്യമായിട്ടുള്ള ബിൽസ് ഡിസ്കൗണ്ടിങ്ങും റീഡിസ്കൗണ്ടിങ്ങും അവർ ചെയ്ത് കൊടുക്കാറുണ്ട്. ആൻഡ് ദെൻ എക്സ്റ്റൻഷൻ ഓഫ് സീഡ് ക്യാപിറ്റൽ, സോഫ്റ്റ് ലോൺ അസിസ്റ്റൻസ്, ഇക്വിറ്റി ഫണ്ട്, മഹിളാ ഉദ്യാൻ നിധി ആൻഡ് സീഡ് ക്യാപിറ്റൽ സ്കീംസ് ത്രൂ സ്പെസിഫൈഡ് ലെൻഡിങ് ഏജൻസീസ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ലെൻഡിങ് ഏജൻസീസ് കുറേ ഉണ്ട്. ആർക്ക്? സിഡ്ബിക്ക്. ഓക്കെ, സോ ദേ ഓൾസോ പ്രൊവൈഡ് സീഡ് ക്യാപിറ്റൽ. അപ്പോൾ ഓൾറെഡി സീഡ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കും, അതിന് കുറച്ചും കൂടിയും എക്സ്റ്റൻഷൻ വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഷൻ ഓഫ് പീരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഓഫ് ദി എമൗണ്ട് ആയിരിക്കാം. അപ്പോൾ അതേപോലെ തന്നെ അങ്ങനെ എക്സ്റ്റൻഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാം. സോഫ്റ്റ് ലോണിന് അസിസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി ഈക്വിറ്റി ഫണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള അഡ്വൈസും അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യാനായിട്ട് സിഡ്ബിക്ക് സാധിക്കും. And then granting direct assistance as well as refinancing of loans extended by primary lending institutions. അപ്പോൾ സിഡ്ബിയുടെ അടുത്ത് നമുക്ക് പ്രൈമറി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ എടുത്തിട്ടുള്ള ലോണുകൾ ഡയറക്റ്റായിട്ട് അസിസ്റ്റ് ചെയ്യാനായിട്ട് സിഡ്ബിക്ക് സാധിക്കും. ആൻഡ് ദെൻ പ്രൊവൈഡിങ് സർവീസസ് ലൈക്ക് ഫാക്ടറിങ്, ലീസിങ് ടു ഇൻഡസ്ട്രിയൽ കൺസേൺസ് ഇൻ ദ സ്മോൾ സ്കെയിൽ സെക്ടർ. ഇപ്പോൾ ലീസിങ് ആയാലും അതേപോലെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള സർവീസസ് ലീസിങ്ങിലായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെൻറ്റിങ്ങിലായിരിക്കാം. അപ്പോൾ എന്ത് സർവീസസ് ആണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
and then extending financial support to National Small Industries Corporation for providing leasing, hire purchase and marketing support to SSI units. പിന്നെ ഇവർ ടൈപ്പ് ചെയ്യുന്നത് ആരിലൂടെയാണ്? NSIC ആണ്. NSIC എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് മിഷനറീസ് ഹയർ പർച്ചേസിന് ബേസിസിൽ പർച്ചേസ് ചെയ്യാനായിട്ടാണ് അവർ ഹെൽപ്പ് ചെയ്യുന്നത്. സോ NSICക്ക് ഫണ്ട് കിട്ടണം. അതെവിടെ നിന്നാണ് കിട്ടുക? സിഡ്ബി ആണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, കാരണം നമ്മൾ ഹയർ പർച്ചേസ് സിസ്റ്റം ആയതുകൊണ്ട് അത് തവണകളായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഹയർ പർച്ചേസ് സിസ്റ്റത്തിലൂടെയാണ് നമുക്ക് അതിനുള്ള എമൗണ്ട് നമുക്ക് തിരിച്ചടയ്ക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സമയത്ത് NSICക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് സിഡ്ബി ആണ്. ഓക്കെ, ആൻഡ് ദെൻ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്കതിൽ ഫങ്ഷൻസ് ഇത്രയേ വരുന്നുള്ളൂ. ഇനി അതിനെക്കുറിച്ച് നമുക്ക് പറയാം. സിഡ്ബി ഗിവ്സ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഓൾ പ്രൊജക്റ്റ്. അപ്പോൾ ഏതൊക്കെ പ്രൊജക്റ്റിനാണ് അവർ കൊടുക്കുന്നത്? അവർ എല്ലാ തരത്തിലുള്ള പ്രൊജക്റ്റിനും അവർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്മോൾ സ്കെയിൽ സെക്ടറിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിന്, ആർട്ടിസൻസ്, വില്ലേജ് ആൻഡ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്, in the tiny sector and small road transport operations by way of refinance through primary lending institutions, state financial corporation, state industrial development corporation, ഇവരിലൂടെ നമ്മൾ കൊടുക്കുന്നതാണ് ഈ എമൗണ്ട് ഒക്കെ. Okay, the project with cost up to 300 lakhs would normally be eligible for assistance. പ്രൊജക്റ്റിൻ്റെ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ലോണിനായാലും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിൻ്റെ ബേസ് അതാണ്. ദ മിനിമം പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ വാരീസ് അണ്ടർ ഓൾ ദി സ്കീംസ്. അപ്പോൾ ഈ ആവശ്യമായ ഓരോ സ്കീം അനുസരിച്ച് ഇവർക്ക് കിട്ടുന്ന പ്രൊമോട്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനിൽ വേണമെന്നുണ്ടെങ്കിൽ വ്യത്യാസം വന്നേക്കാം. പ്രൊജക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് അപ് ടു 300 lakhs വരെയും ഇവർ നോർമലി അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അപ് ടു 300 lakhs. ഓക്കെ, 300 lakhs വരെയും അവർക്ക് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ഏത് വന്നാലും, ദാറ്റ് ഈസ് സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ് ആയാലും അല്ലെങ്കിൽ കുറച്ചും കൂടിയും മൈക്രോ ആയാലും അല്ലെങ്കിൽ മീഡിയം സൈസ്ഡ് ആയാലും ഇതൊക്കെ ഇതിൽ തന്നെയാണ് വരുന്നത്, ഈ കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ കാറ്റഗറിയിൽ വരുന്ന ദാറ്റ് ഈസ് 300 lakhsന് താഴെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ആർ എലിജിബിൾ ടു ഗെറ്റ് ദി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അണ്ടർ സിഡ്ബി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം സിഡ്ബിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി നമുക്കുള്ളത് ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, KVIC എന്നാണ് നമ്മൾ പറയുന്നത്. ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. KVIC is a statutory organization. It was established in 1957 under an act of parliament. അതിപ്പോൾ ഇത് മെയിനായിട്ട് എൻഗേജ് ചെയ്യുന്നത് ഏതിലാണ്? 1957 അത് തുടങ്ങി എന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് എൻഗേജ്ഡ് ഇൻ പ്രൊമോട്ടിങ്. ഖാദി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് എന്താണ്? ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിനെയാണ്. വിത്ത് എ വ്യൂ ടു ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ അർബൻ ഏരിയ ആണോ റൂറൽ ഏരിയ ആണോ? റൂറൽ ഏരിയ. അർബൻ ഏരിയയിൽ പിന്നെ നമുക്ക് ഖാദിയുടെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല, വില്ലേജും ഉണ്ടാവില്ല. സോ പീപ്പിൾ ഹു ആർ ലിവിങ് ഇൻ ദി വില്ലേജസ് അവർക്കൊരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഖാദി പ്രോഡക്റ്റ്സ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിനും നമ്മളിതിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. It took over its predecessor, the All India Ghadi and Village Industries Board, set up in 1953. It supports micro units. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് KVIC സപ്പോർട്ട് ചെയ്യുന്നത് ആരെയാണ്? മീഡിയം സൈസ്ഡ് യൂണിറ്റ്സ് ആണോ? അല്ല, മൈക്രോ യൂണിറ്റ്സ്. ദാറ്റ് ഈസ് വെരി സ്മോൾ യൂണിറ്റ് ആണ്. വെരി സ്മോൾ യൂണിറ്റ് എന്ന് പറയുന്നത് അവരവർ സ്വന്തം വീടുകളിലോ അതല്ലാന്നുണ്ടെങ്കിൽ അവർ ചെറിയൊരു ഏരിയയിലാണ്, ഒരു ചെറിയൊരു ലൊക്കേഷനിലാണ് അവരുടെ ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ഈ കൈത്തറി അതേപോലെ തന്നെ നമ്മുടെ സാരിയൊക്കെ പട്ടുസാരിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും പോയി കണ്ടിട്ടുണ്ടോ? നെയ്യുന്ന ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, കാഞ്ചീപുരം സാരി വീവിങ് കണ്ടിട്ടുള്ളതാണ്.
അപ്പോൾ അവരുടെ വീടെന്ന് പറയുന്നത് അവർ ജോലി ചെയ്യുന്ന സ്ഥലം തന്നെയാണ് അവരുടെ വീടായിട്ട് അവർ കരുതുന്നത്. അവർ ജോലി ചെയ്യുന്ന സ്ഥലം എവിടെയായിരിക്കും? അപ്പോൾ അവരുടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഒരു വലിയൊരു ഹാളുണ്ടായിരിക്കും. ആ ഹാളിൻ്റെ ഒരു ചെറിയ ഒരു അറ്റത്താണ്, ഒരു ചെറിയൊരു കോർണറാണ് അവരുടെ കിച്ചൺ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ചെറിയ രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടി അതിനാവശ്യമായിട്ട് ചെറിയൊരു സ്പേസാണ്. ബാക്കിയുള്ള സ്പേസിൽ അവർക്ക് ഇതിൻ്റെ വീവ് ചെയ്യാനായിട്ടുള്ള അവരുടെ മിഷനറീസും അതിന് നൂലും അതിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ കൈത്തറി യൂണിറ്റുകളാണ് അവിടെ ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ അവർ ഉറങ്ങാൻ കിടക്കുന്നത് എവിടെയാണ്? അപ്പോൾ ഇതൊക്കെ ഇവിടെയൊക്കെ മിഷനും സാധനങ്ങളും നൂലും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ അവർ ഉറങ്ങാൻ കിടക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന് പുറത്താണ് ഉറങ്ങാൻ കിടക്കുന്നത്. അപ്പോൾ അത്രയും ചെറിയൊരു സ്പേസാണ്, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അവരുടെ വീടും അവരുടെ പരിസരവും അവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. കാരണം ആകെ ഉള്ളത് ഒരു ഹാളേ ഉള്ളൂ. ആ ഒരു ഹാളിൻ്റെ ഉള്ളിലാണ്. അത് ഡ്രോയിങ് റൂം ആയിരിക്കാം, ബെഡ്റൂം ആയിരിക്കാം, അവരുടെ കിച്ചൺ ആയിരിക്കാം, എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഓക്കെ, ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പുറത്തുണ്ടാകും എന്നല്ലാതെ ബാക്കി എല്ലാ ഫെസിലിറ്റീസും ആ ഒരൊറ്റ റൂമിൻ്റെ ഉള്ളിലാണ്. സോ വേ ദേ വർക്ക് ആൻഡ് വേ ദേ വർഷിപ്പ് ആൻഡ് വേ ദേ കുക്ക് ഫുഡ് എല്ലാം ഒരു സ്ഥലത്താണ്. പക്ഷേ ഒന്നിനെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, സോ അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി കാണാനുള്ളൊരു അവസരം കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കാണാനും പരിചയപ്പെടാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ യൂണിറ്റ്സിനെയാണ് മൈക്രോ യൂണിറ്റ്സ്. ഇനി നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയ രീതിയിലുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 or 2 ടൈപ്സ് ഓഫ് സ്നാക്സ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും that will also come under മൈക്രോ യൂണിറ്റ്സ്. അപ്പോൾ മൈക്രോ യൂണിറ്റ്സ്, സ്മോൾ യൂണിറ്റ്സ് അല്ലെങ്കിൽ മീഡിയം സൈസ് യൂണിറ്റ്സ് ഒക്കെ ബേസ്ഡ് ഓൺ ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറീനെ ബേസ് ചെയ്തിട്ടാണ്. അത് പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് യൂണിറ്റും ആവാം, അതേപോലെ സർവീസ് യൂണിറ്റും ആവാം. ഓക്കെ, അപ്പോൾ നമുക്കിതിലെ മെയിനായിട്ട് ഇതിൻ്റെ KVICയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഗാന്ധിയൻ ഫിലോസഫിയാണ്. സോ ഗാന്ധി പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കൊടുക്കാനുള്ളതും കാര്യങ്ങളുമൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഗ്രാമങ്ങളിൽ വരുന്ന ഒരു കൾച്ചർ. അപ്പോൾ അവരുടെ ആ ഒരു കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടും ആ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. ആൻഡ് ദെൻ we'll see what are the objectives of KVIC. Rural development through rural industrialization, creation of employment opportunities in rural areas, promotion of self-reliance among people, building up a strong rural community base, eradication of rural poverty. So urban areasലുള്ള ആൾക്കാരൊക്കെ ഒരുവിധം പോവർട്ടി ലൈൻ ക്രോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ദ പീപ്പിൾ ലിവിങ് ഇൻ ദി വില്ലേജ് ആർ സ്റ്റിൽ കമ്മിങ് അണ്ടർ റൂറൽ പോവർട്ടി. സോ അത് ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് തന്നെ ഒരു സ്വയം ഒരു തൊഴിൽ കണ്ടെത്താനായിട്ടുള്ള കാര്യങ്ങളാണ്, അതിനുള്ളൊരു പ്രൊമോഷണൽ ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാം. അവരുടെ ഏരിയയിൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ തന്നെ അവർക്ക് മാക്സിമം വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. ആൻഡ് നൗ വിൽ മൂവ് ഓൺ വിത്ത് ദി ഫങ്ഷൻസ് ഓഫ് ദറ്റ് ഈസ് KVIC. ഓക്കെ, ഗാന്ധി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ എന്നുള്ളതാണ്. സോ എന്താണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ്, വാട്ട് ആർ ദെയർ പ്ലാൻ, അല്ലെങ്കിൽ അവരുടെ റോൾ പ്ലേയിങ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. To plan and organize training programs for potential entrepreneurs. For potential entrepreneurs, a person who is ready to start അല്ലെങ്കിൽ ready to come up with a startup, ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഓൺട്രപ്രണർ, പ്രൊസ്പെക്റ്റീവ് ഓൺട്രപ്രണർ എന്ന് പറയുന്ന പോലെ തന്നെ. സോ അവരെ കണ്ടെത്താൻ അവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. എന്തിനാണ് അവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്? സോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ്.
സോ നമ്മളതിൽ ചെയ്ത് കഴിഞ്ഞാൽ തോൽക്കില്ല എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ആത്മവിശ്വാസമാണ് നമ്മൾ ട്രെയിനിങ്ങിലൂടെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. Okay, and then to supply raw materials at reasonable rates. ഈ റോ മെറ്റീരിയൽസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ എപ്പോഴും പല ക്ലാസ്സുകളിലും ഞാൻ പറയുന്ന പോലെ നമുക്ക് ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് എവിടെ നിന്നാണ് റോ മെറ്റീരിയൽസ് കിട്ടുക എന്നുള്ളതാണ്. കാരണം റോ മെറ്റീരിയൽസ് ഏറ്റവും ചീപ്പായിട്ട് ഇഫ് വി ക്യാൻ ഗെറ്റ് എന്നുണ്ടെങ്കിൽ we can cut down the cost of production very much എന്നുള്ളതാണ്. So we are searching for the raw materials from where we can get at very lowest price എന്നുള്ളതാണ്. സോ ഒരു റീസണബിൾ പ്രൈസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് KVICയുടെ ഒരു പോളിസി അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ എന്ന് പറയാം. To promote marketing and sale of Ghadi products of village industries and handicraft. ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് വില്ലേജ് ഇൻഡസ്ട്രീസിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള പ്രോഡക്ട്സ് ഇതിനൊക്കെ മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. സോ ദാറ്റ് വി ക്യാൻ ബൈ ദ നാച്ചുറൽ ഗുഡ്സ്, അതേപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ഗുഡ്സ്, ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്, ഓരോരുത്തരുടെ കഴിവ്, ഇതൊക്കെ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള മാർക്കറ്റിംഗ് തിങ്സാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പം മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് സോ സിമ്പിൾ. നമുക്ക് ഇന്നാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ വേൾഡായി മാറിക്കഴിഞ്ഞു. ബിക്കോസ് നോ വൺ ഈസ് ഗോയിങ് ഔട്ട് ടു പർച്ചേസ് എനിത്തിങ്. ഇത്രയും നാളും ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടന്നപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി നമ്മുടെ പ്രോഡക്റ്റ് എവിടെയാണ് കിട്ടുക, എന്താണ്, എങ്ങനെയാണ് ഒക്കേറ്റിനുള്ള സൊല്യൂഷൻ നമ്മുടെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. സോ അപ്പോൾ ഖാദിയുടെ കാര്യങ്ങളും നമുക്ക് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഇതൊക്കെ നമുക്ക് നെറ്റിൽ പർച്ചേസ് ചെയ്യാനായിട്ട് കിട്ടും. സോ ഇതൊക്കെ ഇതിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ഇതിന് ആവശ്യമായിട്ടുള്ള വെബ്സൈറ്റും കൂടിയും നമ്മളിതിൽ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അതും ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ആൻഡ് ദെൻ ടു എക്സ്പ്ലോർ ദ പോസിബിലിറ്റീസ് ഓഫ് എക്സ്പോർട്സ് ഓഫ് KVIC പ്രോഡക്ട്സ്. പിന്നെ നമ്മൾ വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ദി ഡൊമസ്റ്റിക് മാർക്കറ്റ്. സോ നമ്മുടെ പ്രോഡക്ട്സൊക്കെ അത്യാവശ്യം ക്ലിക്കായി ആൻഡ് നൗ വി ആർ എലിജിബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഓൾസോ. സോ അതിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്ട്സ് എന്താ പറയുക വില്ലേജ് പ്രോഡക്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എക്സ്പോർട്ടിലേക്ക് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കതിൽ വരുന്നത്. ആൻഡ് ദെൻ ഈ KVICയിൽ തന്നെ അല്ലെങ്കിൽ ഈ വില്ലേജുകളിൽ തന്നെ ചില സമയത്ത് ദാറ്റ് ഈസ് എന്താ പറയുക സിക്ക് യൂണിറ്റ്സ് ഉണ്ടായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു സിക്ക് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒട്ടും തന്നെ പ്രൊഡക്ഷൻ നടക്കാത്ത യൂണിറ്റ്സിനെയാണ് നമ്മൾ സിക്ക് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിക്ക് യൂണിറ്റ്സിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി തന്നെ ഉണ്ടാവില്ല, പ്രൊഡക്ഷൻ തന്നെ നടക്കുന്നില്ല എന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനത്തെ സ്ഥാപനങ്ങൾ ഏതെങ്കിലും കാരണവശാൽ പൂട്ടിക്കിടപ്പുണ്ടെങ്കിൽ സിക്ക് യൂണിറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വില്ലേജിൽ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യാം, റീവൈറ്റലൈസ് ചെയ്യാം, റീഹബിലിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതിനെ നമ്മളെങ്ങനെയെങ്കിലും തിരിച്ച് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറ്റി എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഇസ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു എലിജിബിൾ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടാവുന്ന അല്ലെങ്കിൽ ലഭിക്കാവുന്ന എലിജിബിളായിട്ടുള്ള ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എൻ്റർപ്രൈസസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ ടു അണ്ടർടേക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ടു എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി ഓഫ് റൂറൽ വർക്കേഴ്സ് ആൻഡ് ആർട്ടിസൻസ്. അപ്പോൾ ഏത് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു സൈഡിൽ എന്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകണം, റിസർച്ച്. വൈ ദിസ് ഈസ് ഹാപ്പനിങ്, what is the reason for the എന്താ പറയുക ഇതിൻ്റെ അപ്ഗ്രേഡേഷനോ അതല്ലാന്നുണ്ടെങ്കിൽ ഇത്ര നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് വരുന്നതിനോ. സോ വാട്ട് ആർ ദ റീസൺസ് ഫോർ ദാറ്റ്? വി ആർ ഡൂയിങ് കണ്ടിന്യൂസ് റിസർച്ച്. വാട്ട് മേക്സ് പീപ്പിൾ ടു ബൈ ദിസ് പ്രോഡക്റ്റ് എന്നുള്ളതൊക്കെ.
അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് റിസർച്ച് അവിടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ അതിൽ നമുക്ക് എന്തൊക്കെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് റൂറൽ വർക്കേഴ്സിനും ആർട്ടിസൻസിനും പ്രൊഡക്ടിവിറ്റി ഉള്ള രീതിയിൽ അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ റിസൾട്ട് 100 times നമുക്ക് കിട്ടുന്നുള്ള രീതിയിലായിരിക്കണം നമ്മളതിൻ്റെ കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു കാര്യങ്ങൾ കിട്ടിയില്ലേ? സിഡ്ബി എന്തിനുള്ളതാണ്? സിഡ്ബി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ളതാണ്. ഓക്കെ, അത് ആരിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈവൻ NSICനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. NSIC നമുക്ക് എന്താണ് ചെയ്തു തരുന്നത്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് they can purchase the machinery on higher purchase basis. ഓക്കെ, അപ്പോൾ അതിനും സിഡ്ബി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനും സിഡ്ബിക്ക് കഴിയും. ആൻഡ് ദെൻ കമ്മിങ് ഓൺ ടു ദി ഗാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. ഇപ്പോൾ KVIC എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമങ്ങളിലുള്ള വില്ലേജ് ഇൻഡസ്ട്രീസിന് സ്മോൾ സ്കെയിൽ യൂണിറ്റ്സിനൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അവർക്ക് മോഡേണൈസേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക, അപ്ഗ്രഡേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം, അവരുടെ പ്രോഡക്റ്റ്സ് ലോകം മുഴുവൻ എത്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, മാർക്കറ്റിങ്ങിലും അവർ ഹെൽപ്പ് ചെയ്യാം, ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയറുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. ഇതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ചില കാര്യങ്ങൾ നമ്മൾ ചിലതിൽ പറയുന്നു, ചിലതിൽ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുന്നത് കാരണം ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയറുകളൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താലാണ് വിൽ നോ വാട്ട് ആർ ദ നീഡ്സ് ഓഫ് ദി പീപ്പിൾ ഇൻ അതർ കൺട്രീസ് ഓൾസോ. അപ്പോൾ അതിനൊക്കെ അവിടെ വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ട് അവരുടെ കൂടെ നിന്ന് അവർക്കുള്ള ആവശ്യമായിട്ടുള്ള കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ എല്ലാ രീതിയിലും അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, so this is all about the today's class. In next class we will see about Small Industries Service Institute. എന്തൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കും. അപ്പോൾ നമ്മൾ എത്ര കാര്യങ്ങൾ നോക്കി? DICനെ കുറിച്ച് നോക്കി, സിഡ്കോനെ കുറിച്ച് നോക്കി, NSICനെ കുറിച്ച് നോക്കി, സിഡ്ബിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി, ആൻഡ് ദെൻ KVIC. 5 കാര്യങ്ങൾ നമ്മുടെ കഴിഞ്ഞു. ഓക്കെ, ഇനിയും 8 things are remaining. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കൾ ചോദിക്കാം. സോ ടുഡേയ്സ് ക്ലാസ് ഇസ് ഓവർ. താങ്ക് യു.